ഞാൻ സെയിൽ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ ഒറ്റൊരു വീഡിയോയിലാണ് സെയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നമ്മുടെ വീഡിയോ നീണ്ടു പോകാറുണ്ട്. ഇപ്രാവശ്യം അങ്ങനെയല്ല. ഓരോ റോസുകളുടെയും ഓരോ സെയിൽ പോസ്റ്റായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ മറ്റു റോസുകളൊക്കെ കാണണം, അറിയണം, ഏതൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി അടുത്ത വീഡിയോസൊക്കെ നോക്കുക, അങ്ങനെ ഓർഡർ തരിക കേട്ടോ. പിന്നെ കോൾസ് വഴിയല്ല, കോൾസ് വഴി പെട്ടെന്ന് റോസ് കിട്ടാനായിരിക്കും നിങ്ങൾ ഈ കോൾ എന്നുള്ളൊരു മാർഗം ഉപയോഗിക്കുന്നത്. പക്ഷേ അങ്ങനെ കോൾ ചെയ്ത് ഓർഡർ ഒരിക്കലും എടുക്കില്ല, വാട്സപ്പ് മെസ്സേജ് വഴി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കോൾ ചെയ്താലും നിങ്ങളിപ്പോൾ പറഞ്ഞാലും നമ്മൾ വാട്സപ്പിൽ ആദ്യം മെസ്സേജ് അയച്ചവർക്ക് ആ ഒരു ഓർഡർ എടുത്തിട്ടേ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മെസ്സേജ് അയച്ചിട്ടാണ് നോക്കുക. പിന്നെ മെസ്സേജ് റിപ്ലൈ തരുന്നത് ഈവനിങ് ടൈമിലൊക്കെയാണ്. അതല്ലാതെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇടവേള സമയങ്ങളിൽ നമുക്ക് പാക്കിംഗ് ഉണ്ട്, അതല്ലാണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടവേള ടൈമിലൊക്കെയാണ് നമ്മളൊന്ന് ഫോൺ എടുത്തിട്ട് ഈ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നത്. അല്ലാതെ കറക്റ്റായിട്ട് ഓർഡർ എടുക്കുന്ന ടൈം ഈവനിങ് ടൈമാണ്. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ട് അപ്പോൾ തന്നെ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒത്തിരി പ്രാവശ്യം ഇരുന്ന് കുത്തിയിരുന്ന് വിളിക്കുന്നവരുണ്ട്. അപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും ഫോൺ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി നമുക്ക് സെയിലിലോട്ട് പോകാം. ഈ പ്രാവശ്യം പർപ്പിൾ റോസ് ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ബ്ലൂ മൂൺ വെറൈറ്റിയിൽ പെട്ട ഒരുപാട് പർപ്പിൾ റോസുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഈ ഒരു റോസ് എന്ന് പറഞ്ഞാൽ നല്ല സുഗന്ധമുള്ള, എന്താ പറയുക, നമ്മുടെ പനിനീർ റോസൊക്കെ വിരിയുന്ന അതിലും ഒരു വ്യത്യസ്തമായ നല്ല മണമുള്ള ഒരു റോസാണ് കേട്ടോ ഈ പർപ്പിൾ റോസ്. അപ്പോൾ ഇതിൽ നമുക്ക് 180ൻ്റെ പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത്. അതെല്ലാവരും നോട്ട് ചെയ്യുക. 180 രൂപയ്ക്കുള്ള പർപ്പിൾ റോസുകളാണ് വന്നിട്ടുള്ളത്. പിന്നെ അതനുസരിച്ച് സൈസ് അനുസരിച്ചിട്ട് ഉള്ള മദർ പ്ലാന്റ്സ് ഉണ്ട്, ട്രീ റോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ട്രീ റോസിനൊക്കെ സൈസ് അനുസരിച്ചിട്ടും കൊറിയർ അനുസരിച്ചും റേറ്റ് ഉണ്ട്. നമ്മൾ നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് വെക്കുമ്പോൾ അതനുസരിച്ച് വെയിറ്റിലാണ് മണ്ണ് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒത്തിരി മണ്ണൊന്നും വിചാരിക്കരുത്. റോസിൽ മണ്ണ് വെച്ച് അയക്കുന്നതിനും ഒരു പരിധിയുണ്ട്. അമിതമായി വെയിറ്റ് വന്നാൽ പ്ലാന്റ് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പ്ലാന്റ് അയക്കുന്നത്. പ്ലാന്റിൻ്റേതായിട്ടുള്ള വെയിറ്റ് ഉണ്ടാവും, കാർട്ടൺ ബോക്സിൻ്റെ വെയിറ്റ് ഉണ്ടാവും. ഇതൊക്കെ വെച്ചിട്ടാണ് കൊറിയർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മദർ പ്ലാന്റ്സ്. 180ൻ്റെ പ്ലാന്റാണ് ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ നോക്കി പ്ലാന്റ്സ് ഒക്കെ മനസ്സിലാക്കണം. നല്ല മണമുള്ള റോസാണ്, ക്ലൈംബ് ചെയ്ത് പോകുന്ന റോസാണ് ഈ പർപ്പിൾ റോസ് എന്ന് പറയുന്നത്. ഞാനപ്പോൾ ഓരോ റേറ്റിലുള്ള പ്ലാന്റും കാണിക്കുന്നുണ്ട്, നമ്മുടെ ട്രീ റോസ് വരെ കാണിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം നമുക്ക് വന്നിരിക്കുന്ന റോസിൽ ഒത്തിരി ക്ലൈംബിംഗ് റോസുകളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ബുഷി പ്ലാന്റ്സ് ചോദിക്കുന്നവരുണ്ട്. ഈ ബുഷി ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഒരു മിനിയേച്ചർ രീതിയിലൊക്കെ നമ്മൾ, അതായത് ഷ്രബായിട്ടുള്ള റോസുകളൊക്കെയാണ് ബുഷി മോഡലിൽ നിൽക്കുന്നത്. നമ്മൾ കൂടുതലും ക്ലൈംബ് ചെയ്ത് പോകുന്ന റോസ്, അതായത് ക്ലൈംബിംഗ് റോസ് അല്ല, ക്ലൈംബ് ചെയ്ത് പടർന്നു പോകുന്ന റോസുകളാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലൈംബ് ചെയ്ത് പോകുന്നത് എന്താണെന്ന് ചിന്തിക്കും. ക്ലൈംബിംഗ് റോസ് എന്ന് പറയുന്നത് ഒറിജിനൽ നമ്മൾ കോലൊക്കെ കുത്തി സപ്പോർട്ട് ചെയ്യുന്ന റോസുകളാണ്. ക്ലൈംബ് ചെയ്ത് പോകുന്നതെന്ന് ഉദ്ദേശിക്കുന്നത് വലിയ റോസാ ചെടികളായിട്ട് പോകുന്നത്, വലിയ റോസാ ചെടികളായിട്ട്. പക്ഷേ അവർക്ക് നമ്മൾ എക്സ്ട്രാ കമ്പൊന്നും അങ്ങനെ കുത്തിവെക്കേണ്ട ആവശ്യമില്ല. അവരുടെ തണ്ടുകൾക്ക് അതനുസരിച്ചുള്ള ബലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവർ ക്ലൈംബ് ചെയ്ത് തന്നെ പടർന്നു പോകുന്ന റോസുകളാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാൻ പറ്റുന്ന റോസാണ്. നിങ്ങൾക്ക് ഇനി കുറ്റിച്ചെടിയായിട്ട് നിർത്തണമെങ്കിൽ അങ്ങനെ നിർത്താം. മിനിയേച്ചർ ടൈപ്പ് അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ റോസുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകൾ കുറവായിരിക്കും ഇവർക്ക്. ഇലകൾ കുറവായിട്ട് കുറച്ചധികം പൂക്കൾ ഉണ്ടാവുന്ന ആ ഒരു സ്ഥലത്ത് കുറച്ചധികം ഇലകളായിട്ട് ഒത്തിരി പൂക്കളൊക്കെ വരുന്ന റോസുകളാണ്. അപ്പോൾ നമ്മുടെ ഈ പർപ്പിൾ റോസിലെ മദർ പ്ലാന്റ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. മദർ പ്ലാന്റ് നമുക്ക് പ്രീ ഓർഡർ ബുക്കിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ ഈ പ്രാവശ്യം വന്ന മദർ പ്ലാന്റ് ഒക്കെ പ്രീ ഓർഡർ ബുക്കിങ്ങിൽ നമ്മൾ കൊടുക്കുവാണ്. കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാനുണ്ടാവുകയുള്ളൂ. 180 രൂപയുടെ പ്ലാന്റ് നമുക്കുണ്ട്, നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അതുപോലെ ട്രീ റോസ് ആണെങ്കിലും നമുക്ക് ഈ പ്രാവശ്യം 3-4 ട്രീ റോസ് എത്തിയിട്ടുണ്ട്. പക്ഷെ അതും നമുക്ക് നോക്കണം, കാരണം പ്രീ ഓർഡറുകളുണ്ട്. പിന്നെ ഞാനിപ്പോൾ കൂടുതലും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, കൂടുതലും വലിയ പ്ലാന്റ്സ് നമ്മുടെ സെയിൽ വീഡിയോയിൽ ഇടുന്നത് കുറഞ്ഞിട്ടുണ്ടല്ലേ. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം നമുക്കിപ്പോൾ പ്രീ ബുക്കിംഗ് ഉണ്ട് കേട്ടോ. പ്രീ ബുക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ വരുന്ന പ്ലാന്റ്സ്, അതായത് ഈ പർപ്പിൾ റോസിനൊക്കെ പ്രീ ബുക്കിംഗ് കൂടുതലാണ്. വരുന്ന പ്ലാന്റ്സൊക്കെ നമ്മൾ പ്രീ ഓർഡർ വഴി അയക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രീ ബുക്കിംഗ് ചെയ്യാം. അപ്പോൾ പ്രീ ഓർഡർ ചെയ്യുമ്പോൾ ഇത്ര ടൈം എന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു പർപ്പിൾ റോസിൻ്റെ ട്രീ ഒക്കെ ഒരു എന്താ പറയുക 3 മാസങ്ങൾക്കൊക്കെ ശേഷമാണ് ഇത്രയും നല്ലൊരു ട്രീ ഒക്കെ ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ട്രീ റോസ് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ട് ചെയ്തേക്കുന്നത്, നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ അത്യാവശ്യം എങ്കിലും ഈ ലെങ്ത് കൂടുന്നു എന്ന് പറയുന്നത് എത്ര വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്താലും ഓടിച്ച് കാണുന്ന കുറച്ച് ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കാതെ വന്നിട്ട് വീണ്ടും വീണ്ടും ഓരോ സംശയങ്ങൾ ചോദിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനിൽ പുതിയതായിട്ട് പ്ലാന്റ്സ് വാങ്ങുന്ന കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഐഡിയ ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ വീഡിയോയിലും കുറച്ചെങ്കിലും കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നത്. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നോക്കിയിട്ട് എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത്, നമ്മുടെ ചാനൽ ഒന്ന് കുറച്ച് വീഡിയോസൊക്കെ കണ്ട് പരിചയപ്പെട്ടിട്ട് ഓർഡർ തരാൻ നോക്കുക. അപ്പോൾ ഈ പർപ്പിൾ റോസിൽ നിങ്ങൾ നോക്കേണ്ട മെയിനായിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ക്ലൈംബ് ചെയ്ത് പോകുന്ന റോസാണ്. വലിയ റോസാ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ വാങ്ങാൻ പറ്റിയ റോസാണ്. അപ്പോൾ ഇനി സ്ഥലമില്ലാത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടമാണ് അല്ലേ, വെട്ടി നിർത്തണമെങ്കിൽ അങ്ങനെ. എന്തായാലും റോസ് ഹാർഡ് പ്രൂണിങ് ചെയ്യാണ്ടൊന്നും പിടിച്ചു കിട്ടില്ല. അപ്പോൾ ഒരുപാട് വളർന്നു പോകണ്ടെന്നുള്ളവർക്ക് അങ്ങനെയും വളർത്താൻ പറ്റുന്നൊരു റോസാണ്. വലിയ പൂക്കളാണ്, പിന്നെ നല്ല ഫ്രാഗ്രൻസ് ആണ്. ഇതിൻ്റെ ഈ ഒരു റോസൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെയാണ് തേനീച്ചകളൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ ആയിട്ട് എത്തിപ്പെടുന്നത്. അതുപോലെ ഫ്രാഗ്രൻസ് ഉള്ള ഒരു പൂവാണ്. നമുക്ക് പനിനീർ റോസിൻ്റെ തൈകളൊക്കെയാണ് ഗാർഡനിൽ കൊണ്ടുവന്ന് നോക്കുമ്പോൾ നല്ല ഫ്രാഗ്രൻസ് ഒക്കെ തോന്നുന്നത്. പക്ഷേ പർപ്പിൾ റോസ് ഇപ്പോൾ കുറേ റോസുകൾ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നല്ല നാടൻ സുഗന്ധമൊക്കെ ആയിട്ട് ഒരുപാട് റോസുകൾ വരുന്നുണ്ട്. അപ്പോൾ വലിയ ഫ്ലവറാണ്, നല്ല സുഗന്ധമുള്ള റോസാണ്. അതുപോലെ തന്നെ നാടൻ ബഡിങ്ങിലുള്ള നല്ല അടിപൊളി പ്ലാന്റാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മിക്ക റോസുകൾ സെയിലിടുമ്പോഴും എല്ലാവരും ചോദിക്കുന്നത് ഓൺ റൂട്ടാണോ എന്നാണ്. ഓൺ റൂട്ടിൽ അങ്ങനെ വെറൈറ്റി ആയിട്ട് ഒത്തിരി റോസുകളൊന്നും വരാറില്ല, ഇത്ര വലിപ്പമുള്ളതും അങ്ങനെ വരാറില്ല. നാടൻ ബഡിങ്ങിലാണ് കേട്ടോ ഇങ്ങനെയുള്ള റോസുകളൊക്കെ വരുന്നത്. അതായത് അത്യാവശ്യം നമ്മുടെ പുറം രാജ്യങ്ങളിലുള്ള റോസുകളൊക്കെ നമ്മുടെ നാടൻ ബഡിങ് രീതിയിലാണ് ഡെവലപ്പ് ചെയ്ത് കിട്ടുന്നത്. എല്ലാവർക്കും ഡൗട്ടാണ്, നമ്മുടെ ഗാർഡനിൽ വർഷങ്ങളായിട്ട് നാടൻ ബഡിങ് ആണ് സെയിലുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പർപ്പിൾ റോസിൻ്റെ ട്രീ റോസ് എത്തിയിരിക്കുന്നത്. അതായത് ഈ റോസ് നിങ്ങൾ ശ്രദ്ധിക്കുക, വലിയ ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് അല്ല ഇത്. പക്ഷേ ഇതിന് മുകളിലോട്ട് ഹൈറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ ക്ലൈംബ് ചെയ്ത് പോകുന്നതാണ്. ഇതിന് ഒരു സപ്പോർട്ടില്ലാതെ നിൽക്കില്ല കേട്ടോ ഈ റോസ്. അതാണ് ഞാനൊരു ഇത് കുത്തി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ക്ലൈംബിങ് റോസാണ്. കണ്ടോ, സപ്പോർട്ടില്ലാണ്ട് ഇത് നിൽക്കില്ല. അപ്പോൾ ഇതിൽ ഇലകൾ, താഴ്ത്തിലകൾ അധികം ഉണ്ടാവില്ല. ക്ലൈംബ് ചെയ്ത് പോകുന്ന റോസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, താഴ്ഭാഗത്തൊന്നും അധികം ഇലകൾ ഉണ്ടാവില്ല. പൂക്കൾ വരുന്ന ആ സ്ഥലത്താണ് നല്ല ഇലകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് പ്രീ ബുക്കിംഗ് ആണ്. ഒത്തിരി നാൾ കാത്തിരുന്നിട്ട് ഒരു മാമിന് കിട്ടാൻ പോകുന്ന ഒരു റോസാണ് കേട്ടോ. ഒത്തിരി സന്തോഷം, കാരണം നല്ലൊരു ഹെൽത്തി പ്ലാന്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രീ ബുക്കിംഗ് ചെയ്യാനായിട്ട് ടെൻഷൻ ആവുന്ന കുറേ വ്യക്തികളുണ്ട്. കുറച്ച് ടൈമൊക്കെ ആവുമ്പോഴത്തേക്കും അയ്യോ പ്ലാൻസ് ഇല്ലല്ലോ എന്ന് വിഷമിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാത്തിരിപ്പിനൊടുവിൽ അവർക്ക് കിട്ടുന്ന പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കുന്നതിൽ അടിപൊളി പ്ലാന്റൊക്കെയാണ് വരുന്നത് കേട്ടോ. നമ്മളും അത്രയ്ക്ക് സന്തോഷമാണ്. അവരിതേ നമ്മൾ നല്ല വലിപ്പമുള്ളൊരു തളിര് വന്നിട്ടുണ്ട്. ഈ തളിര് ഒന്ന് സെറ്റായാലും നമ്മൾ അയക്കോളൂ കേട്ടോ. അതായത് ആ തളിരൊന്ന് ഹാർഡനായി വന്നാലാണ് അയക്കോളൂ. അല്ലാതെ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പാക്കിങ്ങിൽ പൊട്ടിപ്പോവാനും അത് വാടിപ്പോവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഇവിടെ ഇരുന്നിട്ട് കമ്പ് ശരിക്കും ഒരു റോസ് കമ്പായി വരുന്നവരെ ഞാൻ അത് കീപ്പ് ചെയ്തിട്ട് കൊടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ് ഒക്കെ ആയിട്ട്, ഇത്ര വലിപ്പമുള്ള പ്ലാന്റാണ് മദർ പ്ലാന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. 150ൻ്റെ റോസാണ് ഞാൻ ആദ്യം ഫസ്റ്റ് കാണിക്കുന്നത്. 150ന് കൊടുക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന റോസാണ് നമ്മൾ 180 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഈ ഒരു സൈസിലുള്ള റോസാണ്. നമ്മുടെ ട്രീ റോസും മദർ പ്ലാന്റും എല്ലാം ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടൊക്കെ ഒന്ന് നോക്കുക. മദർ പ്ലാന്റും ട്രീ റോസൊക്കെ പ്രീ ബുക്കിംഗ് ആണ്. 180 രൂപയുടെ പ്ലാൻസ് നമുക്കല്ലാതെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും ഒത്തിരി പ്ലാൻസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ചെറിയ പ്ലാൻസൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ വീഡിയോസ് നോക്കുക. ഇത് കുറച്ച് ലെങ്തി ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, കാരണം നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ടാണ് സെയിൽ വീഡിയോ ഇത്തിരി ലെങ്തി ആയി പോയത്. ഞാൻ പെട്ടെന്ന് ആ വീഡിയോസ് ചെയ്യുന്നത്, എനിക്ക് പാക്കിംഗ് ഉണ്ട്. ഇന്ന് നമുക്ക് ഇഷ്ടം പോലെ സ്റ്റോക്ക് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടത്, അതുകൊണ്ട് ഭയങ്കര സ്പീഡിലാണ് ഞാൻ വീഡിയോ എടുത്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോസ് കാണാൻ മറക്കരുത്. ഓർഡർ അതുപോലെ തന്നെ വാട്സപ്പ് വഴി പ്ലേസ് ചെയ്യാം കേട്ടോ.